എത്രയോ പ്രാവശ്യം ഞാൻ നിന്നിൽ നിന്നകന്നു പോയി, അറിഞ്ഞും അല്ലാതെയും തിന്മകൾ ചെയ്തു പോയി. എങ്കിലും സ്നേഹമതാൽ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും സ്നേഹമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 28-ാം സങ്കീർത്തനം 7-ാം വാക്യം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. സങ്കീർത്തകൻ്റെ ബലം യഹോവയാണെന്ന് സമ്മതിക്കുന്നു. ബലമെന്നത് ദൈവിക പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. യഹോവ സങ്കീർത്തകൻ്റെ ബലം മാത്രമല്ല, സകല ജനത്തിൻ്റെയും ബലമാണ്. സങ്കീർത്തകനും സകല ജനവും ജീവിക്കുന്നതും നിലനിൽക്കുന്നതും ദൈവത്തിന് അവരുടെ മേലുള്ള ഉടമസ്ഥാവകാശത്തിലാണ്. പരിചയം എന്ന വാക്ക് ശക്തീകരണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ്. ദൈവത്തെ ബലമായും പരിചയമായും കാണുന്നതുകൊണ്ട് ആരാധകൻ്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസ്തുതികൾ ഉയർത്തുന്നു. പ്രിയ സ്നേഹിതരെ, നമുക്കും സങ്കീർത്തനങ്ങളെ പോലെ നമ്മുടെ ജീവിതത്തിലെ ബലമായി പരിചയമായി ദൈവത്തെ കാണാം. അവൻ നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ അവനിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവനെ സ്തുതിക്കുന്നവരായി, അവനെ സ്തോത്രം ചെയ്യുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ പൂർണ്ണമായി ശരണപ്പെടുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.